വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അവസാന മലയാളിയും തിരിച്ചെത്തി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി ടിനു പനിയാട്ടിമയാണ് ഇന്ന് പുലർച്ചെ മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 അഞ്ചുതെങ്ങ് സ്വദേശികളെ നേരത്തെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നാട്ടിലെത്തിച്ചിരുന്നു. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കെണിയിൽപ്പെട്ട് റഷ്യയിലെ യുദ്ധമേഖലയായ ലിസ്റ്റുചെൻസിൽ കുടുങ്ങിയ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശിയായ ടിനു പനിയടിമയാണ് ഇന്ന് പുലർച്ചെ നാട്ടിൽ തിരികെ എത്തിയത്. ഏറെ നാളത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ടിനു ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ടിനുവിനൊപ്പമുണ്ടായിരുന്ന പ്രിൻസ് ഗെയിൽ, വിനീത, ഡേവിഡ്സൺ തുടങ്ങിയവരെ ഇന്ത്യൻ എംബസി ഇടപെട്ട് നേരത്തെ മോചിപ്പിച്ചിരുന്നു. അപ്പോഴും ടിനുവിന്റെ മോചനം വൈകുന്ന സാഹചര്യമായിരുന്നു. കാരണം യുദ്ധവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധസേവനത്തിൽ നിന്ന് പെട്ടെന്ന് തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്ത തരത്തിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് അത് മാറിയത് ഏറെ വിവാദമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പലതവണ വിഷയത്തിൽ റഷ്യൻ ഗവൺമെന്റുമായി സംസാരിക്കുകയും എംബസിയുമായി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും മാസങ്ങളായി ടിനുവിന്റെ മോചനം അത് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കുടുംബാംഗങ്ങളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയെക്കുറിച്ച് ഡൽഹി ആസ്ഥാനമായി CBI ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തി വിശദമായ അന്വേഷണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് 2 പേർ കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുമ്പ സ്വദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് പിന്നിലുള്ളത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. അതടക്കം മലയാളികളായ റഷ്യയിലുള്ള ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പ്രതിനിധികളെ കുറിച്ചടക്കം വിശദമായ വിവരങ്ങൾ CBI ഉദ്യോഗസ്ഥർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ടിനു കൂടി നാട്ടിലെത്തിയതോടെ അഞ്ചുതെങ്ങിൽ നിന്ന് റഷ്യയിൽ യുദ്ധഭൂമിയിൽ അകപ്പെട്ട മുഴുവൻ മലയാളികളും തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് നാടും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും.